വ്യാപനമെല്ലാം തടയാൻ വലിയ രീതിയിൽ നമുക്ക് കഴിയും. അപ്പോൾ അതൊരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. അപ്പോൾ അതിനുള്ള ഒരു അവസരം കൂടി ആണ് ഈ ജല സ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നത് തടയുക എന്നുള്ളത്. വ്യാവസായിക വികസനത്തെക്കുറിച്ച് സംസാരിച്ചത് അതിൻ്റെ പിറകെയാണ് നമ്മൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് സംസാരിച്ചത്. വാസ്തവത്തിൽ വ്യാവസായികമായിട്ടൊരു സംസ്ഥാനം, ഒരു ജില്ല വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും അതിലൂടെ ധനസമാഹരണം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ധനസമാഹരണത്തിൻ്റെ ഒരു വലിയ വിഭാഗം ആരോഗ്യമേഖല അടക്കമുള്ളവയ്ക്ക് നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആരോഗ്യമേഖലയെ സംബന്ധിച്ചിട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിലേക്ക് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, ഒരു ഫയൽ നീക്കുന്നതിന് വേണ്ടി ഒരു വൃദ്ധൻ ചെന്ന് നിൽക്കുന്നു, അയാൾക്ക് മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ. അതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടി മനോവിഷമം ഉണ്ടാക്കുന്നതാണ് രോഗം ബാധിച്ച ഒരു വ്യക്തി ആ രോഗത്തിൻ്റെ വേദനയിൽ നിന്ന് മുക്തമാവുന്നതിന് വേണ്ടി OP ടിക്കറ്റിൻ്റെ അതിൽ ക്യൂവിൽ നിൽക്കുന്നത്, അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും അധികം മനോവേദന ഉണ്ടാകുന്ന ഒന്നാണ് ആരോഗ്യമേഖലയുടെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴവുകൾ ഉണ്ടാക്കുന്ന വേദന എന്ന് പറയുന്നത്, മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി. അപ്പോൾ ഒരു ഭാഗത്ത് അതിനൊരു ശമനം ഉണ്ടാക്കണം. പക്ഷേ അതിൽ മാത്രം ശ്രദ്ധയർപ്പിച്ചാൽ ഈ ആരോഗ്യ മേഖലയിലെ വലിയ വലിയ അത്യാധുനിക ടെക്നോളജികൾ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ നടക്കുകയില്ല. അപ്പോൾ ഒരേ സമയത്ത് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബുദ്ധിയും, ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറും, ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണവും ഒരു ഭാഗത്ത് നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് അതേസമയം സമാന്തരമായിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ അത്യന്താധുനികമായിട്ടുള്ള നവീനമായിട്ടുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കലടക്കമുള്ള പ്രക്രിയയും നടക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് 2030 പാലക്കാട് ജില്ലയുടെ ആരോഗ്യ മേഖലയെ എങ്ങനെയാണ് താങ്കൾ മനസ്സിൽ കാണുന്നത്? MLA. പാലക്കാട് ജില്ലയിൽ യഥാർത്ഥത്തിൽ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിൽ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നതാണ് അലോപ്പതി എങ്കിലും അതിൻ്റെ ഭാഗമായി തന്നെ കിടക്കുന്നതാണ് ആയുർവേദം, ഹോമിയോ, യുനാനി. ഈ 3-4 തരത്തിലുള്ള ചികിത്സാ രീതികളിലൂടെയാണ് ഓരോ മനുഷ്യൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. പാലക്കാട് ജില്ലയെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, പാലക്കാട് ജില്ലയല്ല കേരളം ഒട്ടാകെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 57 ഗവൺമെൻറ്റിന് ശേഷമുള്ള കാലഘട്ടത്തിൽ എല്ലാ ഗവൺമെൻറ്റുകളും നടത്തിയ നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അടിസ്ഥാനപരമായ ആരോഗ്യ രംഗത്തുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. മറ്റ് ഏതൊരു സ്റ്റേറ്റിനേക്കാളും ബലവത്തായ രൂപത്തിലുള്ള പ്രാഥമികം, അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അത് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, അത് കഴിഞ്ഞാൽ താലൂക്ക് ആശുപത്രികൾ, അത് കഴിഞ്ഞാൽ ജില്ലാ ആശുപത്രികൾ, അത് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ്. ഈ സംവിധാനം വളരെ ക്രിയാത്മകമാണ്. PHSയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ളതാണ് ആശാ വർക്കർമാർ. ഇത് വളരെ കാര്യപ്രാപ്തിയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ഈ കോവിഡ് കാലത്താണ്. ഒരു ആശ ഒരു കോവിഡുകാർ വീട്ടിലുണ്ടെന്നറിഞ്ഞാൽ ഏറ്റവും അടുത്ത PHSയോ CHSയോ അറിയിക്കുന്നു. അവർ ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ആംബുലൻസ് വരുന്നു, ആ സംവിധാനത്തെ കോവിഡ് കെയർ സെൻറ്ററിൽ കൊണ്ടുപോകുന്നു, പിന്നെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ സംവിധാനത്തിൽ വലിയ പ്രശ്നമൊന്നുമല്ല. ഇവിടെ പാലക്കാട് ജില്ല ICUലാണെന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ICUലാണ് ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കായകൽപ്പം അവാർഡ് വെറുതെ കിട്ടുന്നതൊന്നുമല്ല. അവിടെ നടത്തുന്ന എല്ലാ ക്രൈറ്റീരിയയും നോക്കി അതിന് വിദഗ്ധന്മാരടങ്ങുന്ന സമിതിയാണ് ഇത് ചെയ്യുന്നത്. സ്വാഭാവികമായും ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത് നമ്മുടെ ജില്ല ഈ വിമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലാണ് ഏറ്റവും കൂടുതൽ. ഒരു സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അവിടെ പ്രസവിക്കാൻ വരില്ലല്ലോ. സൗകര്യങ്ങളുണ്ട്, ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇപ്പോൾ നോക്കുന്ന എല്ലാ വിഭാഗവും നമ്മുടെ സർക്കാർ ആശുപത്രികളിലേക്ക് വരും. പാലക്കാട് ജില്ലയിൽ പ്രധാനമായും ജനങ്ങൾ ആശ്രയിക്കുന്ന കേന്ദ്രം ജില്ലാ ഹോസ്പിറ്റലാണ്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ വലിയ ചർച്ച നടന്നു, അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. എന്തായിരുന്നു ചർച്ച? ശിശുമരണ നിരക്ക് കൂടി വരുന്നു എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെ ഒരു ചർച്ചയുണ്ടോ? ആരോഗ്യരംഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളർന്നു വരുന്നതാണ്. അവിടെ അതിന് മെച്ചപ്പെടുത്താൻ കഴിയാവുന്ന ട്രൈബൽ വിഭാഗത്തിനാവശ്യമായ നല്ല ഒന്നാന്തര ഹോസ്പിറ്റൽ, അവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് മാത്രം ഈ രീതിയിലേക്ക് മാറ്റം വന്നു എന്നല്ല. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി എന്ന് പറയുന്നത് വെറുതെ ബോർഡ് എഴുതി വെച്ചിട്ടല്ല.
അവിടെ 9 മണി മുതൽ 12 മണി വരെ ഉണ്ടായിരുന്നു ഒരു ഡോക്ടറിന് പകരം 9 മണി മുതൽ 2 മണി വരെ പ്രവർത്തിക്കുന്ന 2 ഡോക്ടറും അതാത് ഗ്രാമപഞ്ചായത്തുകളുടെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്തി നേരിട്ടൊരു ഡോക്ടറെ നിയമിച്ചാൽ വീണ്ടും 6 മണി വരെ ചികിത്സ കിട്ടുന്ന പരിശോധനയുണ്ട്. അവിടെ ലാബ് വന്നിട്ടുണ്ട്, ലാബ് ടെക്നീഷ്യനുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ഒരു ഒബ്സർവേഷൻ റൂമുണ്ട്. അപ്പോൾ ഇതൊന്നും ചെറുതല്ല നമ്മുടെ ആരോഗ്യരംഗത്ത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് യൂറോളജി, നെഫ്രോളജി, അതുപോലെ തന്നെ കാർഡിയോളജിക്ക്, പിന്നെ അങ്ങനെ എല്ലാം വിദഗ്ധമായ ചികിത്സ കിട്ടുന്നൊരു കേന്ദ്രം തന്നെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രി. അതിൻ്റെ വികസനം ഇനിയും സാധ്യതയൊക്കെ അനുസരിച്ച് കൊണ്ടുപോകേണ്ടത് ഉണ്ടെന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ നമുക്ക് ഇല്ലാതിരിക്കുന്നൊരു പ്രധാന വിഭാഗം ഈ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലകളിൽ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടുവരുന്ന ക്യാൻസർ രോഗികളുടെ ഒരു പ്രശ്നമുണ്ട്. ജില്ലാ ആശുപത്രിയിലെത്തിയാൽ പ്രാഥമികമായ ചികിത്സ കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ആശ്രയിക്കേണ്ടി വരുന്നത് ഒന്നുകിൽ തിരുവനന്തപുരത്താണ്, RCCയിലാണ്. സ്വാഭാവികമായി അതിനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ പാലക്കാട് ജില്ലയിൽ വരുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എയിംസ് നമ്മുടെ ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ എല്ലാവരുടെയും വലിയ സ്വപ്നമാണ്. പാലക്കാട്ടുകാരുടെ മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാവരുടെയും വലിയ സ്വപ്നമാണ്. കാരണം ചികിത്സാ രീതി മാത്രമല്ല ഇനി വേണ്ടത്, ആരോഗ്യരംഗത്തുള്ള പുതിയ രീതികൾക്കനുസരിച്ചുള്ള സംവിധാനം എയിംസ് പോലുള്ള മെഡിക്കൽ കോളേജുകൾ വരുമ്പോഴേ അതിന് സാധ്യമാകൂ എന്നതുകൊണ്ടാണ്. ഇപ്പോൾ കോഴിക്കോടൊക്കെ ഇതിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വരുന്നില്ല. അത് വരാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ കേരളം പോലുള്ള സ്ഥലത്ത്. അത് വരുന്നതിൽ നമുക്ക് ആർക്കും ആക്ഷേപമില്ലാത്ത കാര്യമാണ്, വരണം. മറ്റൊരു കാര്യം എന്താ അറിയോ, ഇപ്പോൾ കണ്ടുവരുന്ന, ഇപ്പോൾ പറഞ്ഞു മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ പ്രശ്നം, ജനിതക രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് ആരോഗ്യപരമായി. ഇപ്പോൾ ഏറ്റവും പ്രധാനം പിന്നെ ഷുഗറുള്ള ആളുകൾ ആരോഗ്യപരമായി പ്രദാനം ചെയ്യേണ്ട നിരവധി വ്യായാമ മുറകളൊക്കെ മനുഷ്യൻ മറന്നുപോയി. അധ്വാന ശീലമുള്ളവർ തന്നെ വളരെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് എന്തുണ്ടായി? ഷുഗർ പേഷ്യൻസിൻ്റെ എണ്ണം കൂടി വരിക. അതുകൊണ്ട് ഇപ്പോഴെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാ താലൂക്ക് ആശുപത്രികളും അവർക്ക് ആവശ്യമായ ഈ നമ്മുടെ ഡയാലിസിസ് യൂണിറ്റ് എന്ന നിലയിലേക്ക് വന്നു. ഈ പാലക്കാട് ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് ഒരു മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൻ്റെ വന്ന അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. 100 പേരെ കിടത്തി ചികിത്സിക്കാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള സൗകര്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് പോരാ. പിന്നെ അത് ഒന്നും കൂടെ അതിൻ്റെ കെട്ടിടങ്ങളുടെ വലുപ്പത്തിലോ അല്ലല്ലോ നമ്മളൊരു വികസനം ആരോഗ്യരംഗത്ത് കാണുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനമായ പിന്നെ ചികിത്സാരിയാണെങ്കിലും സൗകര്യങ്ങളുമാണ്. ആ രീതിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ആവശ്യമായ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നല്ലൊരു ശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട്. അതുപോലെ ഇവിടെ പറഞ്ഞതാണ്, ടൂറിസവുമായി ബന്ധപ്പെട്ട് വരേണ്ടതാണ്. ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾ ഇപ്പോൾ ഹെൽത്ത് ടൂറിസത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. നമുക്ക് ആ രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞാൽ പാലക്കാട് അതിന് പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറും. പ്രത്യേകിച്ച് ആയുർവേദ രംഗത്ത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ രീതിയിലേക്ക് നമുക്കിവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞാൽ നന്നാവും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞത് തന്നെയാണ്. ജനങ്ങൾ എത്ര സ്വകാര്യ ആശുപത്രികൾ വന്നാലും അതിലെ ഈ കേരളത്തിൻ്റെ ഒരു ജനങ്ങളുടെ പിന്നെ ജനകീയമായ അടിസ്ഥാനപരമായ ആളുകൾ എടുത്തു നോക്കിയാൽ കണക്കുകൾ പറയുന്നത് ഒരു മാസത്തിൽ 35 ലക്ഷം പേരാ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്ന. അതിനർത്ഥം 4.5 കോടിയിലധികം ജനങ്ങൾ ഇത്തരം ആശുപത്രികളെ സമീപിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആനുപാതികമായൊരു കണക്ക് പാലക്കാട് ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും വരുന്നുണ്ട്. പിന്നെ അവിടെ ലഭിക്കുന്ന ഫണ്ട് HMC തീരുമാനിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ആ ഹോസ്പിറ്റലിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി അവിടെ നിന്നും ഈ OP ടിക്കറ്റ് പ്രകാരമോ അതല്ല ഇപ്പോൾ നമ്മളവിടെ ഒരു എക്സ്റേ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനൊരു നിശ്ചിത ഫീസ് ഈടാക്കാൻ ആ HMC തീരുമാനിക്കേണ്ട ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ ഫണ്ട് ചെലവഴിക്കേണ്ടി വരുന്നത് ഈ പറഞ്ഞ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുമ്പോൾ, താൽക്കാലികമായി ലാബ് ടെക്നീഷ്യൻ നിയമിക്കുമ്പോഴൊക്കെ കൊടുക്കുന്നത് അതിൽ നിന്നാണ്. അതൊരു ചെലവല്ല. ആ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടി വരുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന ചെലവുകൾ തന്നെയാണുള്ളത്. ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ പലതും പഴകി ദ്രവിച്ചതിൽ നിന്ന് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്.
എന്നിരുന്നാൽ പോലും പാലക്കാടിൻ്റെ ആരോഗ്യ രംഗത്ത് ഇന്നുള്ളതിനേക്കാൾ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ കഴിയും. അതിന് സ്വകാര്യ പങ്കാളിത്തത്തെ നമ്മൾ എതിർത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ഏറ്റവും പുരോഗതി ഉണ്ടാവുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് സർക്കാർ സംവിധാനത്തെ പോലെ തന്നെ സ്വകാര്യ ഹോസ്പിറ്റൽ സംവിധാനങ്ങളുണ്ട്. അവരെയും കൂടെ യോജിപ്പിച്ച് നിർത്തിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അങ്ങനെ ആകുമ്പോൾ പാലക്കാട് ജില്ല 2030 ആകുമ്പോഴേക്കും നമുക്ക് ആരോഗ്യരംഗത്ത് ഇന്നുള്ളതിൽ നിന്നും ഒരുപാട് സൗകര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള വിശ്വാസം പൊതുവിൽ എനിക്കുണ്ട്. എന്തായാലും പാലക്കാട് ജില്ല 2030 ആകുമ്പോൾ അരോഗ ദൃഢഗാത്രമായ ഒരു ജില്ലയായിട്ട് നെഞ്ചും വിരിച്ച് നിൽക്കുന്ന രീതിയിലൊരു ജില്ലയായിട്ട് മാറുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സ്വപ്നമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പല മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ഉള്ള നിലവിലുള്ള സൗകര്യങ്ങൾ ഒരു പക്ഷേ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും സ്വകാര്യ ആശുപത്രികൾക്കൊപ്പമോ ഒരു പക്ഷേ അതിനെ വെല്ലുന്നതോ ആയിട്ടുള്ള ചില ഗുണമേന്മയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ആ ഗുണമേന്മയുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം സാധാരണ ജനത്തിൽ പലർക്കും അറിയില്ല. പ്രത്യേകിച്ചും അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട പലർക്കും അറിയില്ല. അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഇന്ന സൗകര്യങ്ങളുണ്ട് എന്നുള്ളത് ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ അവരിലേക്ക് എത്തിക്കുന്ന